നമ്മളിത് പറയുമ്പോൾ 2 ചോദ്യങ്ങളുണ്ട്. ഈ കണ്ണൂർ വരെയുള്ള മണ്ഡലങ്ങൾ നമ്മൾ പറഞ്ഞു. പക്ഷേ കാസർഗോഡ്, ഈ കണ്ണൂർ എന്നുള്ള 2 ശക്തമായ മണ്ഡലങ്ങൾ, കാസർഗോഡിൻ്റെ മണ്ഡലത്തിൻ്റെ സ്വഭാവം നോക്കിയാൽ പൊതുവെ ഇടത് സ്വഭാവമുള്ള ഒരു മണ്ഡലമാണ്. കഴിഞ്ഞ തവണ രാജ്ഭവൻ ഉണ്ണിത്താൻ ജയിക്കുന്നു. പക്ഷേ അവിടെ ഇത്തവണത്തെ സ്ഥാനാർത്ഥി കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയെ ഇറക്കി. അവിടെ VPP മുസ്തഫയെ പരിഗണിച്ചിരുന്നു, TV രാജേഷിനെ പരിഗണിച്ചിരുന്നു. ഇവരെ ഒന്നും മത്സരിപ്പിക്കാതെ എന്തിനായിരിക്കും CPM അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയത്? അത് ഈ CPMകാരുടെ കാര്യം നമുക്ക് ആർക്കും ഒന്നും പറയാൻ പറ്റിയില്ല. ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയാത്തത് 3 കാര്യങ്ങളാണ്. ഒന്ന്, പാറപ്പുറത്ത് പാമ്പിൻ്റെ വഴിയും, ആകാശമധ്യേ കപ്പലിൻ്റെ വഴിയും, പിന്നെ സമുദ്രമധ്യേ കപ്പലിൻ്റെ വഴിയും, പാറപ്പുറത്ത് പാമ്പിൻ്റെ വഴിയും, ആകാശത്ത് പരുന്തിൻ്റെ വഴിയും, പിന്നെ സ്ത്രീയോടൊപ്പം പുരുഷൻ്റെ വഴിയും എന്നാണ്. മാർക്സിസ്റ്റുകാരുടെ കാര്യം അതുപോലെ തന്നെയാണ്. അവർ എന്താ ഉദ്ദേശം എന്നുള്ളത് അവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ഷൈൻ ടീച്ചർ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിയെ എറണാകുളത്ത് മത്സരിപ്പിച്ചിട്ട് എന്താ ഉദ്ദേശം എന്നുള്ളത് അത് ഉദ്ദേശിച്ചവർക്ക് പോലും മനസ്സിലായിട്ടില്ല. പിന്നീട് നമുക്ക് മനസ്സിലാവും. ഇതാണ് അവസ്ഥ. അവരിങ്ങനെ ഓരോ സ്ഥാനാർത്ഥികളെ നിർത്തുന്നു. കഴിഞ്ഞ തവണ സതീഷ് ചന്ദ്രൻ നല്ല സ്ഥാനാർത്ഥിയായിരുന്നു. ഈ കാസർഗോഡ് ഇടതുപക്ഷത്തിന് ശക്തിയുള്ളതും അതുപോലെ ദൗർബല്യമുള്ളതുമായൊരു പ്രദേശമാണ്. എന്ന് വെച്ചാൽ അതിൽ 5 മണ്ഡലങ്ങൾ. പക്ഷേ അവിടുത്തെ ജില്ലാ സെക്രട്ടറിയാണ് ഇത്തവണ മത്സരിക്കുന്നത്. അതിൽ 2 മണ്ഡലങ്ങൾ കണ്ണൂർ ജില്ലയിലാണ്, 5 മണ്ഡലങ്ങൾ കാസർഗോഡ് ജില്ലയിലാണ്. ഇതിൽ കണ്ണൂർ ജില്ലയിലെ 2 മണ്ഡലങ്ങളും കാസർഗോഡ് ജില്ലയിലുള്ള 3 മണ്ഡലങ്ങളും മാർക്സിസ്റ്റ് പാർട്ടിക്ക് വലിയ ശക്തിയുള്ളതാണ്. മറിച്ച് അത്യുത്തര കേരളം എന്ന് പറയുന്ന മഞ്ചേശ്വരം കാസർഗോഡ് ഭാഗത്ത് മാർക്സിസ്റ്റ് പാർട്ടി, അത് LDF 3ാം സ്ഥാനത്ത് പോകും. അവിടെയാണ് പ്രശ്നം. അവിടെ 2ാം സ്ഥാനത്ത് BJP വരും. അപ്പോൾ ഈ ഒരു പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനിലാണ് ഇവർക്ക് അടിപറ്റുന്നത്. നമ്മളെ ഒരു പ്രധാനപ്പെട്ട 2 കോൺഗ്രസിൻ്റെ 2 ദേശീയ നേതാക്കൾ കേരളത്തിൽ മത്സരിക്കുന്നുണ്ട്. ഒന്ന് വയനാട്ടിലും 2 ആലപ്പുഴയിൽ KC വേണുഗോപാൽ. അപ്പോൾ നമുക്ക് ആലപ്പുഴ എടുത്ത് നോക്കിയാൽ KC വേണുഗോപാലിനും AM ആരിഫ് സിറ്റിംഗ് MPയും, അപ്പോൾ ഇത് 2 പേരും തമ്മിലുള്ള മത്സരമാണല്ലോ അവിടെ നടക്കുന്നത്. അതെ. അപ്പോൾ അതിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്തായിരിക്കും? അവിടെ 2 സ്ഥാനാർത്ഥികളല്ല, 3ാമത് ശക്തിയായ വേറൊരു സ്ഥാനാർത്ഥി കൂട്ടിയിട്ട് അത് ശോഭ സുരേന്ദ്രനാണ്. ശോഭയും ഒട്ടും എഴുതി തള്ളാൻ പറ്റാത്ത സ്ഥാനാർത്ഥിയാണ്. ശോഭ ജയിക്കുന്നുള്ള അർത്ഥത്തിലല്ല, പക്ഷേ ഭയങ്കരമായിട്ട് വോട്ട് പിടിക്കാൻ കഴിവുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ ശോഭ കൂടുതൽ വോട്ട് പിടിക്കുന്നത് ഏത് ഭാഗത്തു നിന്നായിരിക്കും? LDF നിന്നായിരിക്കും, UDF നിന്നായിരിക്കും? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതുപോലെ തന്നെ മറ്റ് ഘടകങ്ങൾ, സാമുദായികമായിട്ടുള്ള സന്തുലനാവസ്ഥയുണ്ട്. പിന്നെ 2 പാർട്ടികളുടെയും സ്വാധീന ശക്തിയുണ്ട്. പണം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. വേണുഗോപാൽ വെറും ഒരു സ്ഥാനാർത്ഥിയല്ലല്ലോ, അത് കർണാടകത്തിൻ്റെ ചുമതലയുള്ള. വേണുഗോപാലിന് പണത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ യാതൊരു ക്ഷാമവും ഇല്ല. ഞാൻ പറഞ്ഞത് കർണാടകയുടെ ചുമതലയുള്ള ഒരു KPCC നേതാവാണ്. അപ്പോൾ DK ശിവകുമാർ അടക്കമുള്ള മൂലധന ശക്തികളുടെ, അല്ലെങ്കിൽ ബെല്ലാരിയിലെ റെഡ്ഡിമാരുടെയൊക്കെ ഒരു സാമ്പത്തിക സഹായം പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ കേരളത്തിൽ LDFൻ്റെ സാധ്യത നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പുള്ള സ്ഥാനാർത്ഥികൾ ആരൊക്കെ ആയിരിക്കും? അല്ല, ഉറപ്പ് നമുക്ക് ഒരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് പറയാൻ പറ്റില്ല. പക്ഷേ കുറച്ച് മെച്ചപ്പെട്ട സ്ഥിതിയിൽ നിൽക്കുന്നത് ഒരാൾ തീർച്ചയായിട്ടും സുനിൽകുമാറാണ്. പിന്നെ ഒരു പക്ഷേ കൊടിക്കുന്നിൽ സുരേഷ് എത്രമാത്രം അൺപോപ്പുലർ ആവുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടാണ് അരുൺകുമാറിൻ്റെ സാധ്യത വരുന്നത്. രാധാകൃഷ്ണൻ മെച്ചപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയും കൊള്ളാവുന്ന മണ്ഡലത്തിലാണ് മത്സരിക്കുന്നത്. പുള്ളി വേണമെങ്കിൽ, പിന്നെ ഇളമരക്കരിയും ശൈലജ ടീച്ചർ, അതിനേക്കാളും ജയരാജന് കുറച്ചുകൂടി സാധ്യതയുണ്ട്. കാരണം KS സുധാകരൻ്റെ ആരോഗ്യസ്ഥിതിയും പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും കണ്ണൂർ തുല്യനിലയിലുള്ള മണ്ഡലമാണ്. നെക്ക് ഫൈറ്റാണ്. ജയരാജൻ നല്ല കാൻഡിഡേറ്റാണ്, ലോക്കലായിട്ട് നല്ല സപ്പോർട്ടുള്ള ആളാണ് MV ജയരാജൻ. അപ്പോൾ ഒരു 5 സീറ്റ് വരെയൊക്കെ LDFന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതൊക്കെ കിട്ടുന്ന ഇപ്പം പറയാൻ പറ്റില്ല. എന്നാലും കഴിഞ്ഞ തവണത്തേക്കാളും നില മെച്ചപ്പെടുത്തും എന്നാണ് നമുക്ക് ഏകദേശം ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കും. മോശമാകത്തില്ല. മോശമാകില്ല, മോശമാകാൻ പറ്റില്ലല്ലോ.